ഇരു കുടുംബങ്ങളും അങ്ങനെ തന്നെയാണ്. തന്നെയുമല്ല, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ EK ജോർജ് സാറിന്റെ കൊച്ചുമകനാണ് പ്രിയമോന് എന്നുള്ളതിൽ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാനിതിൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. തുടർന്നുള്ള മിനിറ്റുകളിൽ ബാക്കിയെല്ലാം വിട്ട് ദൈവസഭ എന്നെ ഭരമേൽപ്പിച്ച, കർത്താവ് എന്നെ ഭരമേൽപ്പിച്ച വചന ശുശ്രൂഷയിലേക്ക് ഞാൻ കടക്കാനായിട്ട് ആഗ്രഹിക്കുക. അതിനാധാരമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. വിശുദ്ധ തിരുവെഴുത്തിലെ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തി. അവിടുത്തെ ശിഷ്യന്മാരും കർത്താവിൽ വിശ്വസിച്ചു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി. ഏതിനെ? നമുക്കറിയാം, കർത്താവിന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ അവിടുന്ന് ചെയ്ത അടയാളങ്ങളുടെ ആരംഭം നടന്നത് കാനാവിലെ വിവാഹ വീട്ടിൽ വെച്ചാണ്. അല്പം കൂടെ ലളിതമായിട്ട് ഈ സന്ദർഭത്തോട് ചേർന്ന് പറഞ്ഞാൽ, ദൈവമായവൻ മനുഷ്യനായി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചപ്പോ അവിടുത്തെ മഹത്വത്തിന്റെ പ്രദർശനം ആരംഭിക്കുന്നത് ഒരു വിവാഹ വീട്ടിലാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കുടുംബങ്ങളെ കുറിച്ച്, വിവാഹങ്ങളെ കുറിച്ച് സ്വപ്നമുണ്ട്. എല്ലാ കുടുംബങ്ങളിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്ന വിഷയമാണ് കാനാവിൽ നടന്നത്. അവിടെ കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തീർത്തുകൊണ്ട് അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുന്ന അടയാളങ്ങളുടെ ആരംഭമായി ചെയ്ത പ്രവൃത്തിയാണ് കാണുവാൻ കഴിയുക. ഞാനതിനെ ഇങ്ങനെ ക്രോഡീകരിക്കാനായിട്ട് ആഗ്രഹിക്കുക. ആമുഖത്തെ ദൈവത്തിന് എല്ലാ കുടുംബങ്ങളെ കുറിച്ചുള്ള, എല്ലാ സ്ഥലം സഭകളെ കുറിച്ചുള്ള, എല്ലാ വിശ്വാസികളെ കുറിച്ചുള്ള, വ്യക്തികളെ കുറിച്ചുള്ള അദമ്യമായ ആഗ്രഹം എന്ന് പറയുന്നത് ഓരോ കുടുംബത്തിൽ നിന്നും കർത്താവിന്റെ മഹത്വം വെളിപ്പെടണമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്ഥാപിക്കപ്പെടുവാൻ പോകുന്ന ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞ കുഞ്ഞുങ്ങളുടെ വിവാഹം ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നടക്കാനായിട്ട് പോവുകയാണ്. സ്വർഗം അവിടുത്തെ ദയ കൊണ്ട് നിങ്ങൾക്കൊരു കുടുംബജീവിതം തരാനായിട്ട് പോവുകയാണ്. ആ കുടുംബത്തെ കുറിച്ച്, ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളെ കുറിച്ച് എന്റെ തമ്പുരാൻ മഹത്വം വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒരു കാര്യമുണ്ട്. ഓരോരുത്തരും അത് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളത് പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് തരുന്ന കുടുംബ ജീവിതത്തിലൂടെ മറ്റൊന്നും സാധിച്ചില്ലെങ്കിലും അങ്ങയെ മഹത്വപ്പെടുത്തി, അങ്ങയെ ഉയർത്തി, അവിടുത്തെ വിശുദ്ധമായ നാമത്തിന് കളങ്കമൊന്നും വരാതെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്ന കുടുംബജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. രണ്ടാമത്തെ പ്രാർത്ഥന ആമുഖമായി പറയട്ടെ. കർത്താവേ, അശുദ്ധി ഞങ്ങളുടെ ജീവിതത്തിൽ വരരുത്. പാപം ഞങ്ങളെ കീഴടക്കരുത്. ലോകത്തിൻ്റെതായിട്ടുള്ള ചിന്തകൾ, ലോകത്തിൻ്റെതായ പ്രവൃത്തികൾ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്തേക്ക് വരാതെ കൃപയുടെ കോട്ട കെട്ടി അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ അതാണ് ആഗ്രഹിക്കേണ്ടത്. ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുള്ള ഈ മനോഹരമായ സമയത്ത് ചില ദിവസങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ടും മാനസികമായിട്ടൊക്കെ ഒരുങ്ങാനുള്ള സമയങ്ങളാണ്. എല്ലാവരും ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളും പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലൂടെ അവിടുത്തെ വിശുദ്ധമായ നാമം മഹത്വപ്പെടാനായിട്ട് സാധിക്കണം. ഈ കനാവിലെ കല്യാണത്തിലേക്ക് വരുമ്പോൾ ദൈവപുത്രന്റെ നാമം മഹത്വപ്പെട്ടതിന് അനേക കാര്യങ്ങൾ അവിടെയുണ്ട്. 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. 3 കാര്യങ്ങൾ ഓർക്കാനായിട്ട് ഞാൻ ഇതിനെ ഇങ്ങനെ പറയാം. ആ കല്യാണ വീട്ടില് കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാനുള്ള 3 പ്രധാനമായ ലളിതമായ കാരണങ്ങൾ പറയട്ടെ. 1, അവർ കർത്താവിനെ ആദരിച്ചു. കർത്താവിനെ ആദരിച്ചു. 2, അവർ കർത്താവിനെ അറിയിച്ചു. 3, അവർ കർത്താവിനെ അനുസരിച്ചു. ഓർക്കാൻ എളുപ്പ. അവർ കർത്താവിനെ ആദരിച്ചു. രണ്ടാമതായിട്ട് അവർ കർത്താവിനെ ചില കാര്യങ്ങൾ അറിയിച്ചു. മൂന്നാമതായിട്ട് അവർ കർത്താവിനെ ചില കാര്യങ്ങളല്ല, എല്ലാ കാര്യത്തിലും എന്ത് ചെയ്തു? കർത്താവ് പറഞ്ഞത് അതേപോലെ അനുസരിച്ചു. എന്റെ പ്രിയപ്പെട്ട മകനെ, എന്റെ പ്രിയപ്പെട്ട മകളെ, എന്നെ ശ്രദ്ധിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കന്മാരെ പിറകിൽ വന്ന് നിൽക്കുന്നവനല്ല, ആരുടെയും ഔദാര്യത്തിനോച്ചാനിച്ച് നിൽക്കുന്നവനല്ല. വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന ദൈവം, ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അത് വിശുദ്ധമായ കൽപ്പനയാണ്, ലംഘിക്കരുതാത്ത വിഷയമാണ്. ദൈവത്തിന് ജീവിതത്തിന്റെ പ്രഥമ സ്ഥാനം, ആദ്യത്തെ പൊസിഷൻ കൊടുക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെഴുത്തില് മത്തായി സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യം നമുക്ക്
സാധാരണ അറിയാവുന്ന വാക്യമാണ്. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുകയാണ്. ഞാൻ എവിടെയെങ്കിലും വന്നിരുന്നോളാമെന്നല്ല, നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ പുറകിൽ നിന്നോളാമെന്നല്ല. അങ്ങനെയല്ല കർത്താവ് പറഞ്ഞത്. സഭ കൂടി വരുന്നിടത്ത് ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട്. കർത്താവിന് നടുവിലത്തെ സ്ഥാനം, ആദ്യത്തെ സ്ഥാനം കൊടുക്കണം. പുസ്തകങ്ങൾ പുരോഗമിച്ച് ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിന്റെ ആരംഭത്തിൽ വരുമ്പോൾ 2-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്ന കർത്താവ്. ദൈവസഭകളുടെ നടുവിലൂടെ സഭയുടെ കാന്തൻ നടക്കുന്ന, എഴുന്നള്ളുന്ന അനുഗ്രഹീതമായ ചരിത്രമാണ്. എന്റെ പൊന്നുമക്കളെ, വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, ദൈവം നമ്മുടെ ആരുടെയും സെക്കൻഡ് പൊസിഷൻ ആഗ്രഹിക്കുന്നവനോ അതിന് നിൽക്കുന്നവനോ അല്ല. അതുകൊണ്ട് ദൈവത്തെ ആദരിക്കുമ്പോൾ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം, ഏറ്റവും ആദ്യത്തെ സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. വിശുദ്ധ തിരുവെടുത്ത് പറയുന്ന ഒരു വസ്തുതയുണ്ട്: അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. എത്ര പേർക്ക് അത് ചേർന്ന് പറയാൻ പറ്റും? ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയവരെ ദൈവം ലജ്ജിപ്പിക്കയില്ല. ജീവിതത്തിൽ ആദ്യത്തെ സ്ഥാനം കർത്താവിന് കൊടുക്കുമെങ്കിൽ, കുടുംബ ജീവിതത്തില് ആദ്യത്തെ സ്ഥാനം യേശു കർത്താവിന് അക്ഷരാർത്ഥത്തിൽ കൊടുക്കുമെങ്കിൽ, ദൈവം നിശ്ചയമായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് മാത്രമല്ല, ദൈവം നിങ്ങളെ ആദരിക്കുകയും നിങ്ങളുടെ കുടുംബ ജീവിതത്തിലൂടെ ദൈവനാമം മഹത്വപ്പെടുകയും ചെയ്യും. ഡോക്ടർ ബില്ലി ഗ്രഹാമിന്റെയും റൂത്ത് ഗ്രഹാമിന്റെയും ജീവിതത്തിൽ നിന്ന് ഞാനൊരു ഭാഗം നടത്തിയെടുത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുക. ബില്ലി ഗ്രഹാം, റൂത്ത് ഗ്രഹാം വളരെ ഭക്തരായിട്ടുള്ള മനുഷ്യരായിരുന്നു. നമുക്കറിയാം, 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ദൈവദാസന്മാരുടെ നിര പിടിച്ചാൽ അത് അഗ്രഗണ്യനായി നിൽക്കുന്ന അനുഗ്രഹീതനായ ദൈവദാസനാണ് ഡോക്ടർ ബില്ലി ഗ്രഹാം. ആയിരക്കണക്കിന് ആൾക്കാർ പോരാ, ലക്ഷക്കണക്കിന് ആൾക്കാർ യേശുവിനെ അറിയുവാൻ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച മാനപത്രമാണ് ഡോക്ടർ ബില്ലി ഗ്രഹാം എന്ന് പറയുന്നത്. ബില്ലി ഗ്രഹാമും റൂത്ത് ഗ്രഹാമും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ സമയങ്ങളിൽ തീരുമാനമൊക്കെ എടുക്കുന്ന ആ സമയമുണ്ടല്ലോ, അതായത് അവർ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയ സമയത്ത് ബില്ലി ഗ്രഹാമും റൂത്തും തമ്മിൽ പറഞ്ഞ ഒരു സംഭാഷണം ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ഡോക്ടർ ബില്ലി ഗ്രഹാമിനോട് റൂത്ത് ഗ്രഹാം ആദ്യം ഇങ്ങനെ പറഞ്ഞു: അല്ലയോ ബില്ലി ഗ്രഹാം, അങ്ങേ വിവാഹം ചെയ്യാൻ എനിക്ക് ആഗ്രഹമാണ്. പക്ഷെ ഒരു കാര്യം പറയാം, അങ്ങേക്കാൾ ഞാൻ ആദരിക്കുന്ന, അങ്ങേക്കാൾ ഞാൻ സ്നേഹിക്കുന്ന, അങ്ങേക്കാൾ ഞാൻ സ്ഥാനം കൊടുക്കുന്ന മറ്റൊരാൾ എന്റെ ജീവിതത്തിലുണ്ട്. നമ്മളാണെങ്കിൽ അവിടെ കൊണ്ട് കഥ അവസാനിപ്പിച്ചേക്കും. പക്ഷെ ഡോക്ടർ ബില്ലി ഗ്രഹാമിന് കാര്യം മനസ്സിലായി. ബില്ലി ഗ്രഹാം ഇങ്ങനെ പറഞ്ഞു: അല്ലയോ രൂത്തെ, എനിക്കും നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ എന്റെ ഭാര്യയായി വരുമ്പോ നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ നീ പറഞ്ഞതുപോലെ അതേ ആളിന് എന്റെ ജീവിതത്തിൽ നിന്നേക്കാൾ സ്ഥാനമുണ്ട്. അതാരാണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് അവർ സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. നിങ്ങൾ തമ്മിൽ യാതൊരു കാരണവശാലും അരുതാത്തതൊന്നും ഉണ്ടാകരുത്. നിങ്ങൾ അങ്ങനെ ആയിരിക്കും, ഇതൊക്കെ ശരിയാ. പക്ഷേ നിങ്ങളുടെ കുടുംബ ജീവിതത്തില് കുടുംബം നൽകുവാൻ പ്രസാദിക്കുന്ന ദൈവത്തിന് ആദ്യത്തെ സ്ഥാനം എല്ലാ വിഷയത്തിലും കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഏത് വിഷയവുമാകട്ടെ, ജോലിയാകട്ടെ, ധനമാകട്ടെ, ആരോഗ്യമാകട്ടെ, മാതാപിതാക്കന്മാരോട് ബന്ധപ്പെട്ടതാകട്ടെ, സ്വഭാവപരമാകട്ടെ, സാമൂഹികമാകട്ടെ, എന്ത് വിഷയം അതിൽ മാറ്റം വരുത്തുവാൻ നിങ്ങൾക്ക് അധികാരമില്ല, അവകാശമില്ലെന്ന് ഞാൻ വ്യക്തമായി ഓർമ്മപ്പെടുത്താം. അവർ കർത്താവിനെ ആദരിച്ചു. അതുകൊണ്ട് കാനാവിലെ വീട്ടില് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. മക്കളെ, എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, ഇതാണ് ഒന്നാമത്തെ വിഷയം. അവർ കർത്താവിനെ ആദരിക്കുവാൻ സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ ധൈര്യപ്പെടുകയാണ്. അത് മറ്റൊന്നല്ല, നിങ്ങൾ ദൈവത്തെ ആദരിക്കുന്നുണ്ടോ? അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തുവിനെ ക്ഷണിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരകനായി, നിങ്ങളുടെ രക്ഷിതാവായി, നിങ്ങളുടെ കർത്താവായി, നിങ്ങൾ വീണ്ടെടുപ്പുകാരനായി നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ ക്ഷണിച്ച ഒരു അനുഭവം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി 20 നൂറ്റാണ്ടുകൾക്ക് പിറകില് കാൽവറിയുടെ ക്രൂശിൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു ക്രിസ്തു രക്തം ചിന്തി കാൽവറിയിൽ പ്രാണൻ നൽകി. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് ഒരു തെറ്റുകൊണ്ടല്ല. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ: പാപികളായ മനുഷ്യവർഗത്തെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് പ്രാണനാഥനായ ക്രിസ്തു
കാൽവറിയിൽ പ്രാണൻ തരികയായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ആദ്യത്തെ വിഷയം ദൈവത്തെ ആദരിക്കണം. ആ ആദരവ് കാണിക്കേണ്ടത് ജീവിതം കർത്താവിന് നൽകിക്കൊണ്ട. യേശു കർത്താവിനോട് പറയണം, അങ്ങ് മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാ. യേശു കർത്താവിനോട് പറയണം, അങ്ങേ ഞാൻ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുകയാ. എന്റെ ജീവിതത്തിന്റെ കർത്താവും രക്ഷിതാവും ദൈവവുമായിട്ട് അങ്ങേ ഞാൻ ക്ഷണിക്കുന്നുവെന്ന് പറയുന്ന ആരുടെ ജീവിതത്തിലും ദൈവപുത്രൻ എഴുന്നള്ളി വന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. അതാണ് ഒന്നാമത്തെ വിഷയം, ദൈവത്തെ ആദരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർ കർത്താവിനെ മാംസവുമുള്ള പച്ചയായ മനുഷ്യരാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തില് മനുഷ്യനാണോ? കുറവുകൾ സഹജമാണ്. നമുക്ക് വീഴ്ചകൾ വരിക തന്നെ ചെയ്യും. വീഴ്ചകൾ വരുന്നതിനേക്കാൾ വലിയ പാപമാണ് വന്ന വീഴ്ചകൾ സമ്മതിക്കാതെ അതിനെ മൂടി വെച്ച് കാപട്യത്തോടെ ജീവിക്കുന്നത്. അത് ദൈവത്തിന് സഹിക്കാൻ കഴിയുന്ന വിഷയമല്ല. അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ മക്കളെ, ഇത് നല്ലൊരു സമയമാണ്. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ വിവാഹിതരാകാൻ പോവുകയാണ്. ഈ 3-4 ദിവസങ്ങൾ, 2-3 ദിവസങ്ങൾ നിങ്ങളുടെ മുൻപിലുള്ളത് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കാൻ പറ്റിയ സമയമാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് മാത്രമല്ല, ഞാൻ സംസാരിക്കുന്ന എന്റെ ജീവിതത്തിൽ ഉൾപ്പെടെ മനുഷ്യരാണോ ദൈവപുത്രന്റെ മുൻപിൽ വരുമ്പോ ഒരു കാര്യം മനസ്സിലാകും, നമ്മളിലൊക്കെ ദൈവം ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്ന് വന്നേക്കാം. എന്നാൽ ഈ സമയം ഒരു കാര്യം ചെയ്താട്ടെ, കർത്താവിനോട് പറയണം, എന്റെ കർത്താവേ, ഞങ്ങൾ കുടുംബജീവിതം ആരംഭിക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ ഞങ്ങൾ പരിശോധിക്കുമ്പോ ഇന്നിന്ന കുറവുകൾ, ഇന്നിന്ന പരാജയങ്ങൾ, കഴിഞ്ഞ നാളുകൾ വന്നുപോയ ചില ചിന്തകൾ, ചില വാക്കുകൾ, ചില പ്രവൃത്തികൾ, എന്ത് തന്നെയുമാകട്ടെ, അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തില് കർത്താവെ സംഭവിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളുടെ കുറവുകൾ മറച്ചു വെക്കാതെ ഞങ്ങള് അങ്ങേ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുക. അങ്ങനെ അറിയിക്കുമ്പോൾ ആ പരിമിതികളെ മാറ്റി അതിനെ കുറവ് തീർത്ത് ധന്യമായ ക്രിസ്തീയ ജീവിതത്തിന്റെ പന്ഥാവിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന നമ്മുടെ കർത്താവ് കൃപയുള്ള ദൈവമാണ്. നമ്മുടെ കർത്താവ് അനേകരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അങ്ങനെ സൗഖ്യമാക്കാൻ നേരത്ത് നമ്മുടെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? വേദപുസ്തകം വായിച്ചിട്ടുള്ളവർക്കറിയാം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? മനസ്സുണ്ട് എന്ന് സമ്മതിച്ച എല്ലാവരെയും കർത്താവ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രദ്ധിക്കുന്ന ആരുമാകട്ടെ, ഇന്ന് അങ്ങയുടെ ജീവിതത്തിന്റെ കുറവുകൾ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താം. അങ്ങ് എത്ര മിടുക്കനായാലും, നീ എത്ര മിടുക്കിയായാലും, നിന്റെ ജീവിതത്തിന്റെ ഉള്ളറകൾ അറിയുന്ന ഒരു ദൈവത്തിന് രഹസ്യമായ പാപങ്ങൾ മറഞ്ഞിരിക്കുന്നില്ല. ദൈവത്തിന് ജീവിതത്തിന്റെ അകവും പുറവും നന്നായിട്ട് അറിയാവുന്ന ദൈവമാണ്. മനുഷ്യനെ ദൈവം ഒരു ദിവസം ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിതത്തിന്റെ കണക്ക് ചോദിക്കുന്ന ഒരു നാൾ നമ്മുടെ മുൻപിലുണ്ട്. ഇത് മറക്കരുത്. അതിനു മുൻപ് ദൈവം നമ്മോട് തിരുവചനത്തിലൂടെ എല്ലാ സന്ദർഭങ്ങളിലും ഇടപെട്ടുകൊണ്ടേയിരിക്കും. ഇന്ന് രാവിലെയും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രിയ കുഞ്ഞുങ്ങളെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, നമ്മളെ ദൈവത്തിന് നന്നാക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിന്റെ കുറവ് തീർപ്പാൻ ദൈവത്തിന് സർവശക്തിയുണ്ട്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, ദൈവം നന്നാക്കണമെങ്കിൽ നാം നമ്മുടെ പരിമിതികളെ, നമ്മുടെ പരാജയങ്ങളെ, നമ്മുടെ കുറവുകളെ ദൈവം തമ്പുരാനോട് മറയില്ലാതെ അങ്ങ് സമ്മതിച്ചേക്കണം. കർത്താവേ, എനിക്കിന്ന കുറവുണ്ട്, എനിക്കിന്ന പരാജയമുണ്ട്, എനിക്കിന്ന പരാധീനതയുണ്ട്, അത് ഞാൻ ഇന്ന് സമ്മതിക്കുക. അവർ സമ്മതിക്കാതിരുന്നെങ്കിലോ, അവർ കർത്താവിന്റെ മുൻപാകെ അവർ കർത്താവിനെ അറിയിക്കാതെ ഇരുന്നെങ്കിലോ, അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടത്തില്ലായിരുന്നു. മക്കളെ, ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നു എന്ന് അറിയുന്നതിനേക്കാൾ ഒരു തൃപ്തി തരുന്ന മറ്റൊരു വസ്തുതയില്ലെന്ന് ഈ ജനത്തെ സാക്ഷി നിർത്തി ഒരു ദൈവദാസനായി ഞാൻ ഇവിടെ പരസ്യമായിട്ട് പറയുകയാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തൃപ്തി എന്താണെന്നറിയാമോ? എന്റെ കർത്താവിനെ ഉപയോഗിക്കുന്നു. കൃപയാൽ അവിടുന്ന് എന്നെ വഴി നടത്തുന്നു. ഞാൻ അവിടുത്തെ പാതകളിൽ ദൈവ കൃപയാൽ നടക്കുന്നു എന്ന് ഞാൻ അറിയുമ്പോൾ എനിക്കുണ്ടാകുന്ന തൃപ്തി, വിശുദ്ധ ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അത് 1000 പൊൻവെള്ളി നാണ്യങ്ങളെക്കാൾ ഏറ്റവും വിലയുള്ളതും മനോഹരവുമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തെ ആദരിക്കുക മാത്രമല്ല, ദൈവത്തെ നിങ്ങളുടെ പരിമിതികൾ അറിയിക്കാനായിട്ട് മടിക്കരുത്. കർത്താവിന് മുൻപാകെ മുട്ടുമടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. മൂന്നാമത്തെ വിഷയം ഞാൻ വേഗത്തിൽ ഇങ്ങനെ പറയട്ടെ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തില് ദൈവം പറഞ്ഞതിനെ ഞങ്ങൾ എന്ത് ചെയ്യും? അനുസരിക്കും.
അനുസരിക്കും. നിങ്ങൾക്ക് ഒരു ആമേൻ പറയാൻ പറ്റുമോ? ദൈവം പറഞ്ഞതിന് ഞങ്ങൾ എന്ത് ചെയ്യും? അനുസരിക്കും. ആമേൻ. അങ്ങനെ പറയാനായിട്ട് കഴിയുമോ? ഈ 3 വസ്തുതകള് ഹൃദയത്തോട് ചേർത്ത് ബന്ധിക്കുക. കനാവിലെ കല്യാണ വീട്ടിന്റെ കുറവ് തീർത്ത് അവിടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തി ശിഷ്യന്മാർ കർത്താവിൽ പതറാതെ നിന്നതിന്റെ കാരണം ഈ 3 വിഷയങ്ങളാണ്. ആ കുടുംബത്തിലെ 3 നല്ല മാതൃകകൾ ഹൃദയത്തോട് ചേർത്ത് ബന്ധിക്കുക. മറക്കരുത്. 1, അവർ കർത്താവിനെ ആദരിച്ചു. 2, അവർ കർത്താവിനെ അറിയിച്ചു. 3, അവർ കർത്താവിനെ അനുസരിച്ചു. എന്റെ പ്രിയ മക്കൾക്ക് സ്വർഗത്തിലെ ദൈവം എല്ലാ നന്മകളും തരട്ടെ. ബഹുമാന്യ സദസ്സിന് ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ കുറവ് തീർക്കുകയും ചെയ്യട്ടെ. തന്നെയുമെല്ലാം ഏദൻ പൂങ്കാവനത്തിലും ആദി മാതാപിതാക്കന്മാരുടെ മൂർധാവിൽ കരം വെച്ച് അനുഗ്രഹിച്ച സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. ആമേൻ.